എയർ ഹോസ്റ്റസ് ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പരസ്യം കണ്ടതാണ്? പരസ്യം കണ്ടതാണ്. എന്ത് കോഴ്സായിരുന്നത്? BBA എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ്. എത്ര വർഷമായിട്ട് ഇൻഡിഗോയിലുണ്ട്? ഞാനിപ്പോൾ 8 വർഷമായി. 2018 ജോയിൻ ചെയ്തത്. ഇൻഡിഗോന്റെ ഇന്റർവ്യൂ ഉണ്ടെന്ന് എൻ്റെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന മാനേജറായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞതാണ് നീ പോവാ. ഇത് എവിടെ വെച്ചായിരുന്നു ഈ ഇന്റർവ്യൂ? ബാംഗ്ലൂരായിരുന്നു. അപ്പോഴും എൻ്റെ നെഞ്ച് ഇടിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് ഞാൻ 9 മണിക്ക് കയറിയതാണ്, 5 മണിയായി ഈവനിങ്. ഞങ്ങൾക്കൊരു ഹാൻഡ് ബുക്ക് കൊണ്ടു തന്നു. ഞാനൊന്ന് മറച്ചു നോക്കി, ഇത് എന്താണെന്നറിയില്ല. ഞാനൊന്ന് മറച്ചു നോക്കിയപ്പോൾ അതിനകത്ത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ബീൻ സെലക്ടഡ് ആസ് ക്യാബിൻ ക്രൂ. കണ്ണ് നിറഞ്ഞ ഒരു മൊമെന്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 3.5 മാസത്തെ ട്രെയിനിങ് ആണ് നടക്കുന്നത്. അത് ബാംഗ്ലൂരായിരുന്നു? അത് ഡൽഹിയിലാണ്. ക്യാപ്റ്റൻസിന് മാത്രമല്ല ലൈസൻസ്, ഞങ്ങൾക്കും ലൈസൻസ് ഉണ്ട് ഫ്ലൈ ചെയ്യാനായിട്ട്. ഇതിൻ്റെ എല്ലാം പ്രാക്ടിക്കലും നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇൻ കേസ് ഫ്ലൈറ്റ് ഒരു വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പാസഞ്ചേഴ്സിനെ പുറത്തെത്തിക്കുക, എങ്ങനെയാണ് അവരെ രക്ഷിക്കുക, ലൈഫ് ജാക്കറ്റ് എങ്ങനെ ഇടുന്നത്, എല്ലാം നമ്മൾ ലിറ്ററലി പൂളിൽ ചാടി കാണിച്ചു കൊടുക്കണം. അതുല്യ ഇൻഡിഗോ എയർലൈൻസിലെ ഒരു ക്യാബിൻ ക്രൂ ആണ്. കഴിഞ്ഞ 8 വർഷമായി ഇൻഡിഗോയിൽ ജോലി ചെയ്യുന്നയാൾ. എത്രയോ പാസഞ്ചേഴ്സിനെയാണ് ദൈനംദിനം അവർ കാണുന്നത്. എത്രയെത്ര വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള മനുഷ്യരെ, VIP-കൾ, VVIP-കൾ, അങ്ങനെ ചലച്ചിത്ര താരങ്ങൾ, സംഗീതജ്ഞർ, ക്രിക്കറ്റ് താരങ്ങൾ, കായിക താരങ്ങൾ, ഇങ്ങനെ നിരവധി ആളുകൾ. ഇവരുടെയൊക്കെ സ്വഭാവവിശേഷങ്ങൾ, ഈ യാത്രയിലുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, ഇതൊക്കെ അതുല്യ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. നമുക്ക് ആ കഥകൾ തുടരാം. നമസ്കാരം സർ. ഈ ട്രെയിനിങ് കഴിഞ്ഞു, അടുത്തതായിട്ട് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള വിമാനത്തിലേക്ക് പറക്കാൻ തുടങ്ങുകയാണ്. അതെങ്ങനെയായിരുന്നു ആ പ്രോസസ്സിലേക്കുള്ള തുടക്കം? ഫസ്റ്റ് ഫെമിലറൈസേഷൻ ഫ്ലൈറ്റ്സ് ആയിരുന്നു. അത് 2018 ഡിസംബർ മാസത്തിലാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ള ഒരു ഫ്ലൈറ്റിൽ തന്നെയാണ്, ശരിക്കുള്ള ഫ്ലൈറ്റിലാണ്. ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രൂവിന് കൂടാതെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ജസ്റ്റ് കണ്ടുപിടിക്കാൻ വരുന്നത്. നിങ്ങൾ യൂണിഫോമിൽ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ വേറെ പണികളൊന്നും ചെയ്യുന്നുണ്ടാവില്ല ഫ്ലൈറ്റിൽ. പക്ഷേ ട്രൈ ചെയ്യാം നമ്മൾ എങ്ങനെയാണ് എല്ലാം ഒന്ന് ഫസ്റ്റ് ഡെമോ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ട്രയൽ പോലെ എല്ലാം നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റിൽ അഗൈൻ നമ്മളെ പഠിപ്പിച്ചു തരാൻ ചിലപ്പോൾ ആരുണ്ടായെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഇതിൽ ഇത്രയും ക്രൂ ഉണ്ടാകുമ്പോൾ അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാകുമ്പോൾ അവർ നമുക്ക് പഠിപ്പിച്ചു തരും ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് കണ്ടുപഠിക്കുക, ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് ചെയ്ത് പഠിക്കുക. സർവീസും അന്ന് 1-2 പ്രാവശ്യം കാണിച്ചു തരും, നമുക്കൊന്ന് ചെയ്ത് നോക്കാനുള്ള സിറ്റുവേഷനും ഉണ്ടാകും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫെമിലറൈസേഷൻ ഫ്ലൈറ്റ്സ് വരുന്നത്. എത്ര ക്രൂ മെമ്പേഴ്സാണ് സാധാരണ ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റിലുള്ളത്? എയർബസ് A320 ആണെങ്കിൽ 4 ക്രൂ ആണ്. A321 ആണെങ്കിൽ 5 ക്രൂ ആണ്. അത് ഡോർസ് അനുസരിച്ചിട്ടാണ്, എത്ര ഡോർസ് ഉണ്ടെന്ന് നോക്കിയിട്ട്. അതാണോ ഇതിന്റെ ഒരു മാനദണ്ഡം? എയർലൈനുകളുടെ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണോ? ഡോർസ് ആണ് ഓപ്പറേറ്റിംഗ് ആയിട്ട് എത്രയാണെന്ന് നോക്കിയിട്ട് അത്ര മിനിമം വേണം. A320യും 321 തമ്മിൽ സീറ്റുകൾക്ക് എണ്ണം വ്യത്യാസമുണ്ട്. A320 ആണെങ്കിൽ 186, 186 ആണ്. A321 ആണെങ്കിൽ 2 കോൺഫിഗറേഷൻസ് ഉണ്ട്. ഒന്നിൽ 222, മറ്റതിൽ 232. 232 പാസഞ്ചേഴ്സ് ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ അത്രയും ഇതിൽ വരെ കപ്പാസിറ്റി വരെ പോവാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറും, ക്രൂവിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ മാറും. ആദ്യമായിട്ട് ഡ്യൂട്ടി ചെയ്ത ഫ്ലൈറ്റ് ഏതായിരുന്നു? ഹോങ്കോങ്. ഇന്റർനാഷണൽ ഫ്ലൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഡൊമസ്റ്റിക് ചെയ്തിട്ട് ഇന്റർനാഷണൽ അങ്ങനെയൊന്നുമില്ല? എന്താണോ റിക്വയർമെന്റ്സ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റോസ്റ്റർ പബ്ലിഷ് ചെയ്യും. റോസ്റ്റർ ഇപ്പം ഇന്ന് ഈ മാസം ഒരു 25-ാം തീയതി ആകുമ്പോഴേക്കും റോസ്റ്റർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസത്തെ ഫുൾ റോസ്റ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ഏതൊക്കെ ഫ്ലൈറ്റ്സ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. അപ്പം എനിക്ക് ഹോം സ്റ്റാൻഡ് ബൈ ആയിരുന്നു. ഹോം സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ റെഡി ആയിട്ടിരിക്കുക, യൂണിഫോം ഒന്നും ഇടണ്ട, പക്ഷെ റെഡി ആയിട്ടിരിക്കുക. എന്തെങ്കിലും ഒരു ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ വിളിക്കുക ഫ്ലൈറ്റ്, അപ്പം റെഡി ആയിട്ട് പോവാം. എയർപോർട്ട് സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം റെഡി ആയി എയർപോർട്ടിൽ പോയി ഇരിക്കുക. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ക്രൂവിന് സിക്നസ്സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ, പറ്റാതെ ആവുകയാണെങ്കിൽ അപ്പം അവിടെ നിന്ന് പോവാം. ഈ ഹോം സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമോ, അതോ കുറച്ച് ആളുകളെ അങ്ങനെ റെഡിയാക്കി നിർത്തുന്നതാണ്? ഓരോ ദിവസത്തെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അത് റോസ്റ്ററിൽ തന്നെ ഉണ്ടാകും. ഇന്ന ദിവസം ഹോം സ്റ്റാൻഡ് ബൈ ആണ്, ഇന്ന ദിവസം ഓഫാണ്, ഇന്ന ദിവസം ഫ്ലൈറ്റ് ഉണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് വരികയാണെങ്കിൽ അപ്പോൾ അവർ മാറ്റിയിട്ട് ഹോം സ്റ്റാൻഡ് ബൈ ആക്കിയിട്ട് ഇടും. അപ്പോൾ ഈ ഹോം സ്റ്റാൻഡ് ബൈ ഇടുന്ന സമയത്ത് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം. നമുക്ക് വിളി വരാം, വരാതിരിക്കാം. ഇൻ കേസ് വിളി വന്നിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഫ്രീ ആണ്, അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ ഇറങ്ങിപ്പോകും. ഈ ഹോം സ്റ്റാൻഡ് ബൈ ഉള്ളതും ഡ്യൂട്ടി ആയിട്ട് തന്നെയാണോ പരിഗണിക്കുന്നത്? ഡ്യൂട്ടി തന്നെയാണ്, പക്ഷെ അതിന് സാലറി കിട്ടില്ല. അതൊരു നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ നമ്മൾ വേണമെങ്കിൽ മാത്രം പോവാന്നുള്ള, അവർ വിളിക്കുമ്പോൾ പോവാണല്ലോ. അല്ല, ഈ സാലറി നിങ്ങൾ പറക്കുന്നതിനെ ബന്ധപ്പെടുത്തിയാണോ, അതോ പറന്നാലും പറന്നില്ലെങ്കിലും മാസം ഇത്ര ശമ്പളം, എങ്ങനെയാണോ? ഹവേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. ഹവേഴ്സ് ആണ്. അപ്പോൾ ഒരു 50 hours ഫ്ലൈ ചെയ്താലാണ് ബേസിക് സാലറി എന്ന് പറയുക. അതിപ്പോൾ കുറഞ്ഞാലും ബേസിക് സാലറി കിട്ടും. അതിന് 50 hours എത്ര ദിവസത്തിനകം?
ഒരു മാസം. ഒരു മാസം 50 അവേഴ്സ് മതി ബേസിക് കിട്ടാൻ. പിന്നെ പറക്കുന്നത് ഓരോ അവറിനും എക്സ്ട്രാ ആണ്. ഇതിന് പരമാവധി ഒരു ക്യാബിൻ ക്രൂവിന് കിട്ടാവുന്ന സാലറി എത്രയാണ്? ഈ നന്നായിട്ട് പറക്കുന്നു, നന്നായിട്ട് ജോലി ചെയ്യുന്നു, നല്ല സീനിയോറിറ്റി ഉണ്ടെങ്കിൽ. ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആണ്, എയർലൈൻസ് ബേസ് ചെയ്തിട്ട്. ഇൻഡിഗോയിലാണെങ്കിൽ ഇപ്പം അതും അഗെയിൻ കാറ്റഗറീസ് ആണ്. ഓരോരോ ഇപ്പം ജോയിൻ ചെയ്യുന്ന ക്രൂ ആണെങ്കിൽ ക്യാബിനറ്റിനായിരിക്കും, സീനിയർ ക്യാബിനറ്റിനാണെങ്കിൽ 3 വർഷം കഴിയണം. പിന്നെ ലീഡ് ക്യാബിനറ്റിനാണ്. അപ്പോൾ അത് ലീഡ് ക്യാബിനറ്റിൻ എന്ന് പറയുന്നത് സീനിയർ ഓഫ് ദ ഫ്ലൈറ്റ്, എൻറ്റയർ സീനിയർ ഓഫ് ദ ഫ്ലൈറ്റ് ആണ്. അപ്പം അവരുടെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു 60-70 അബവ് ഉണ്ടാകും. ക്യാബിനറ്റിനാണെങ്കിൽ ഒരു 30 എന്തായാലും സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ എന്താണ് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റ് പെർക്വിസിറ്റ്സ്? ഇപ്പോൾ ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റി ഇപ്പോൾ ഔട്ട് സ്റ്റേഷൻ ആണെങ്കിൽ കിട്ടുമോ? കിട്ടും. അതെവിടെയായിരിക്കും? അത് ഇവരുടെ തന്നെ അക്കോമഡേഷൻ ഫെസിലിറ്റി ആണോ അതോ ഹോട്ടലുകളായിരിക്കുമോ? ഹോട്ടൽസ് ആയിരിക്കും. ഹോട്ടൽസ് ആണ്. ഇന്റർനാഷണൽ ആണെങ്കിൽ ഇന്റർനാഷണൽ ഹോട്ടൽസ് തരും, ഡൊമസ്റ്റിക് ആണെങ്കിൽ ഡൊമസ്റ്റിക് ഹോട്ടൽസ് തരും. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ഹോട്ടൽസ് ഇപ്പം നമ്മൾ നമ്മുടെ ബേസിൽ നിന്ന് മാറി താമസിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിങ്ങോട്ട് നമുക്ക് അവർ ഫുഡും, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണെങ്കിൽ ഡൊമസ്റ്റിക് ലേവേഴ്സ് ആണെങ്കിൽ അവർ ഫുഡ് നമുക്ക് തരുന്നു. ലേവറിൻ്റെ അലവൻസ് ഇങ്ങോട്ട് തരും. നമ്മൾ ബേസ് മാറി നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു എമൗണ്ട് ഇങ്ങോട്ട് തരും അവർ. അതൊരു സാലറിയിൽ വരുന്ന എമൗണ്ട് തന്നെയാണ്. പോരാത്തതിന് ലോണ്ട്രി ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ യൂണിഫോം എല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് അയൺ ചെയ്ത് അവർ കൊണ്ടുതരും. പിന്നെ സ്റ്റേ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോകാനുള്ള ചിലവ് നമ്മൾ സ്വന്തമായിട്ട് എടുക്കണം. ബട്ട് സ്റ്റിൽ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽസ് തന്നെ സ്റ്റേ കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, ആദ്യത്തെ ഫ്ലൈറ്റ് ഹോങ്കോങ് ആയിരുന്നു. എവിടെ നിന്ന്? ഡൽഹിയിൽ നിന്ന്? ബാംഗ്ലൂർ. അഗൈൻ ഞാൻ ഹോം സ്റ്റാൻഡ് ബൈ ആയതുകൊണ്ട് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം യു ഗോട്ട് പുൾഡ് ഔട്ട് ഫോർ ദ ഫ്ലൈറ്റ്. പുൾഡ് ഔട്ട് എന്നാണ് ഞങ്ങൾ പറയാം ഈ ഹോം സ്റ്റാൻഡ് ബൈ എന്ന് ഫ്ലൈറ്റിൽ വിളിക്കുന്നത്. യു ഗോട്ട് പുൾഡ് ഔട്ട് ഫോർ ദ ഫ്ലൈറ്റ്, ഇറ്റ്സ് എ ഹോങ്കോങ് ലേവർ. ആദ്യ ഫ്ലൈറ്റ് ഹോങ്കോങ്. അത് ഇന്റർനാഷണൽ ആകുമ്പോൾ അഗൈൻ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പോലെയല്ല, അതിന് ഡോക്യുമെന്റേഷൻസ് കുറേ ചെയ്യാനുണ്ട്. പാസ്പോർട്ടൊക്കെ ആയിട്ട് റെഡി ആയിരിക്കും ആ സമയം? പാസ്പോർട്ട് ഡ്യൂട്ടി ബാഗിൽ തന്നെ എന്നും ഉണ്ടാവും, അത് മാറ്റി വെക്കാറില്ല. അത് ഈ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ തന്നെ പാസ്പോർട്ട് എടുപ്പിച്ചോ നിങ്ങളെ കൊണ്ട്, അതോ നേരത്തെ തന്നെ വേണമെന്നുണ്ടോ? പാസ്പോർട്ട് നേരത്തെ വേണം. ട്രെയിനിങ്ങിന്റെ മുന്നേ തന്നെ പാസ്പോർട്ട് വേണം. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ പാസ്പോർട്ട് വേണം. ഇന്റർവ്യൂസിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പാസ്പോർട്ട് വേണം. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ വിസ എങ്ങനെയാണ് കുറഞ്ഞ സമയം കൊണ്ട്? ഞങ്ങൾക്ക് വിസയല്ല, ഞങ്ങൾക്ക് ജനറൽ ഡിക്ലറേഷൻ എന്നാ പറയാം. അപ്പോൾ ഞങ്ങൾക്ക് വിസ വേണം. ക്യാബിൻ ക്രൂവിനും എല്ലാം എല്ലാ ക്യാബിൻ ക്രൂവിനും ക്യാപ്റ്റൻസിനും. ഞങ്ങൾ ഡ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിന് ജനറൽ ഡിക്ലറേഷൻ എന്നാ പറയാം. അപ്പോൾ അത് കമ്പനി തന്നെ തരുന്നൊരു ഇതാണ്, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാലും വിസയല്ല, ഞങ്ങൾക്ക് അതിൻ്റെ കോപ്പിയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ആരെങ്കിലും വിസ ചോദിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ കോപ്പിയാണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുക. പിന്നെ ഞങ്ങൾ പാസ്പോർട്ട്സിൽ സ്റ്റാമ്പ് ചെയ്യാറില്ല. ഞങ്ങൾ GD നോക്കി ഞങ്ങൾ പേര് മാച്ച് ആണോ നോക്കിയിട്ട് അത് മാത്രമേ ഉള്ളൂ, സ്റ്റാമ്പിങ് വരുന്നില്ല. കാര്യം സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ പിന്നെ ഒരു വർഷത്തിനുള്ളിൽ കുറേ പാസ്പോർട്ട്സ് എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ അത് ചെയ്യാറില്ല. അങ്ങനെ ഹോങ്കോങ് ആയിരുന്നു ഫസ്റ്റത്തെ ഫ്ലൈറ്റ്. പ്രിപ്പറേഷൻ എന്തൊക്കെയായിരുന്നു ഈ ഇന്റർനാഷണൽ ട്രാവലിന്റെ? എന്നെ വിളിക്കുന്നത് പുലർച്ചെ ഒരു 2 മണിക്ക് വിളിച്ചിട്ട് 4 മണീൻ്റെ ഫ്ലൈറ്റ് എങ്ങാണ്ടോ ആയിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് ഞാനാകെ അല്ല പുലർച്ചെ തന്നെ, പുലർച്ചെ 2 മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു. അപ്പം ഞാൻ വളരെ പാനിക്കായി പോയി. കാര്യം ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, ഇന്റർനാഷണൽ ആണ്. അതിൻ്റെ ഒരു നമ്മൾ തിയററ്റിക്കലി പഠിച്ചല്ലാതെ ഒന്നും അറിയില്ല, ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. പക്ഷെ അത് 48 മണിക്കൂറിൻ്റെ ലേഓവർ ഉള്ളൊരു ഫ്ലൈറ്റ് ആയിരുന്നു. ലേഓവറിന് നമുക്ക് അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. ഈ ഹോം സ്റ്റാൻഡ് ബൈ നിൽക്കുമ്പോൾ നിങ്ങളൊരു ഇന്റർനാഷണൽ ട്രാവലിന് പോകാൻ റെഡിയായി ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടാണോ നിൽക്കുക? ബാഗിനകത്ത് ഒരു സെറ്റ് എല്ലാം റെഡി ആയിരിക്കണം. ഒരു സെറ്റ് നൈറ്റ് സ്യൂട്ട് ഉണ്ടാവണം, ഒരു സെറ്റ് യൂണിഫോം ഉണ്ടാവണം, ഒരു കിറ്റ് ഉണ്ടാവണം, സ്കിൻ കെയർ കിറ്റ്, ഹെയർ കെയർ കിറ്റ്, മേക്കപ്പ് കിറ്റ്, ഈ വക സാധനങ്ങളെല്ലാം ബാഗിൽ എപ്പോഴും പാക്ക് ആയിരിക്കണം. ഇത് കമ്പനി തരുന്നതാണോ? അല്ല, അത് നമ്മൾ സെപ്പറേറ്റ്ലി മേടിക്കുന്നത്. യൂണിഫോംസ് എല്ലാം അവർ തരുന്നതാണ്. അവർ യൂണിഫോം കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഗാഡ്ജറ്റ്സും അവർ തരുന്നത് തന്നെയാണ്. അല്ലാതെ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിക്കണം. അതന്നെ. അപ്പോൾ അതിൽ 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ അവിടെ പ്രസന്റ് ആയി? മേക്കപ്പിനാണ് സമയം എടുക്കുക. മേക്കപ്പ് ഒരു 1 hour എടുക്കും നമ്മൾ എല്ലാം ചെയ്ത് വരാനായിട്ട്. അപ്പോൾ മേക്കപ്പ് അതും കമ്പനി അത് എയർപോർട്ടിൽ ചെന്നിട്ടാണോ ചെയ്തത് അതോ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് യൂണിഫോം ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിക്ക് ചെയ്യാൻ ക്യാബ് വരുന്നത്. ക്യാബ് അവർ തന്നെ അയക്കുന്നതാണ്. അപ്പോൾ അത് ആ വരുന്ന സമയത്തിനുള്ള നമ്മളെല്ലാം റെഡി ആയിട്ട് നിൽക്കണം, പ്രോപ്പർ യൂണിഫോം ആയിട്ട് പ്രോപ്പർ ഗ്രൂംഡ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അത് 1 hour ആണ് ഞങ്ങൾക്ക് മേക്കപ്പ് ടൈം വരിക. അപ്പം 1 hour മേക്കപ്പ് ടൈം, 1 hour ട്രാവലിംഗ് ടൈം, എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അനുസരിച്ചിട്ട്
പിന്നെ ഒരു 1 hour ഞങ്ങൾ ബ്രീഫിങ്ങും കാര്യങ്ങളും ഉണ്ടാവും, ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് ഉണ്ടാവും, ഞങ്ങൾക്ക് ബ്രീഫിങ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിലിരുന്നിട്ട് നമ്മൾ ബ്രീഫ് ചെയ്യും. ഒരു ഫ്ലൈറ്റിന് പോകുന്നതിന് മുന്നേ ഇന്ന ഫ്ലൈറ്റാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇത്രയായിരിക്കും സമയം ഉണ്ടാവും. ക്യാപ്റ്റൻസ് വരുവാണെങ്കിൽ ക്യാപ്റ്റൻസിൻ്റെ കൂടെ ഉണ്ടാവും ബ്രീഫിങ്, അല്ലാതെ നമ്മൾ ക്രൂ മാത്രം ബ്രീഫിങ് ഉണ്ടാവും. അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒരുപാട് സീനിയർ ആയ ഒരാളായിരിക്കും ഇത്, ബ്രീഫ് ലീഡാണ്, ഫ്ലൈറ്റിൻ്റെ ലീഡാണ് ഇതെല്ലാം നമ്മൾ ബ്രീഫ്. അത് ഏതൊക്കെ കാറ്റഗറിയായി ഒരു ഫ്ലൈറ്റിനകത്ത് ഉണ്ടാവുക? ഒരു ലീഡും ബാക്കി കൂടെയുള്ളൂ, എങ്ങനെയാ? അത്രയേ ഉള്ളോ? അതല്ലാതെ വേറെ പല തട്ടുകളായിട്ടുണ്ടോ? ഇല്ല, അത് സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്ത സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് വരിക. ലീഡ് എന്ന് പറയുന്ന ആൾ അഗെയിൻ എന്താ പറയുക, ട്രെയിനിങ് എല്ലാം പോയി ചെയ്തിട്ട് അവർ ഒഫീഷ്യലി ലീഡായിട്ട് ഏത് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ആ ഫ്ലൈറ്റിൻ്റെ ലീഡായിരിക്കും. ബാക്കി വരുന്നത് ക്യാബിൻ അറ്റൻഡൻസും സീനിയർ ക്യാബിൻ അറ്റൻഡൻറ്റുമാണ്. സീനിയർ ക്യാബിൻ അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ അവർ പ്രൊമോട്ടഡായി, സീനിയർ ക്യാബിൻ അറ്റൻഡൻ്റായിട്ട് പ്രൊമോട്ടഡായി. അപ്പോൾ അവർ യൂഷ്വലി സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദ ഫ്ലൈറ്റ് എന്നാണ് പറയാം. അപ്പം നമ്മൾ ആ ഫ്ലൈറ്റിൽ ഇപ്പോൾ ലീഡ് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ലീഡിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ പിന്നെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരിക്കും. അപ്പം ഞാൻ ആക്ച്വലി സെക്കൻഡ് ഇൻ കമാൻഡ് ആണ്, ഞാനൊരു സീനിയർ ക്യാബിൻ അറ്റൻഡൻ്റ് ആണ്. അപ്പം ബാക്കി പിന്നെ എൻ്റെ ഇതിൽ വരുന്നത് ക്യാബിൻ അറ്റൻഡൻസ് ആണ്. അവർ മേ ബി പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടാവും, മാസങ്ങൾ വർഷങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഈ അനൗൺസ്മെൻറ്റുകൾ അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും കാര്യങ്ങൾ ഈ ലീഡ് അല്ലെങ്കിൽ സീനിയർ ക്യാബിൻ അറ്റൻഡൻ്റ് ചെയ്യേണ്ടത് മാത്രമായിട്ടുണ്ടോ? ലീഡ് ചെയ്യേണ്ടത് വെൽക്കം അനൗൺസ്മെൻറ്റ്സ് ഉണ്ടാവും, താങ്ക് യു അനൗൺസ്മെൻറ്റ്സ് ഉണ്ടാവും, പിന്നെ അല്ലാതെ കുറച്ച് കമ്പനി റിലേറ്റഡ് അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ലീഡാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ടർബുലൻസ് വന്നു കഴിഞ്ഞാൽ അത് ആർക്കും ചെയ്യാം, ബിക്കോസ് അത് എമർജൻസിയാണ്. എമർജൻസി സിറ്റുവേഷൻസിലുള്ള അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണ്, നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്നതുമാണ്. അതൊക്കെ ചെയ്യാൻ പറ്റും. ടർബുലൻസ്, ഇപ്പോൾ ഡോക്ടർ ഓൺ ബോർഡ് വേണമെങ്കിൽ ഡോക്ടറിൻ്റെ അനൗൺസ്മെൻറ്റ്, പിന്നെ അല്ലാതെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള അനൗൺസ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഫ്ലൈറ്റിലേക്ക് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റനെ അല്ലേ അനുസരിക്കേണ്ടത്? ക്യാപ്റ്റനാണോ ഒരു ടീം ലീഡർ എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എത്ര വരും? ക്യാപ്റ്റനായിട്ട് ആക്ച്വലി ഒരു 30 minutes കൂടുമ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. അവരവിടെ ജീവനോടുണ്ടെന്നും ഞങ്ങളവിടെ ജീവനോടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇൻട്രാക്ഷനാണ് വരുന്നത്. അപ്പം ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ 30 minutes അവരെ വിളിച്ച് ചെക്ക് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ബിക്കോസ് അവർക്കും ചിലപ്പോൾ വാഷ്റൂം യൂസ് ചെയ്യാനോ അവർക്ക് ഫുഡ്, കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ വിളിച്ചൊരു എപ്പോഴും ഒരു 30 minutes ഒരു കോൺവെർസേഷൻ വെക്കണം അവരായിട്ട്. നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒരു 10 മണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ അടുത്തത് 10:30 അടുത്ത കോൾ ചെയ്യണം. അപ്പോൾ ക്യാപ്റ്റനും ചോദിക്കും, ഇസ് എവറിത്തിങ് ഓക്കെ ഇൻ ദ ക്യാബിൻ? ക്യാബിനിലെല്ലാം ഓക്കെ ആണെങ്കിൽ അത് നമ്മൾ അത് ഇൻഫോം ചെയ്യും. അതല്ല എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചിട്ട് പറയാം ഇന്ന പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റനാണ് അൾട്ടിമേറ്റ്ലി പൈലറ്റ് ഇൻ കമാൻഡ്, ആ ഒരു എൻറ്റയർ ഫ്ലൈറ്റിൻ്റെ കമാൻഡർ. പുള്ളി ഇൻ കേസ് ഇപ്പോൾ ഒരു ഡൈവേർഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിൽ ഡിസിഷൻ എടുക്കുന്നത് ക്യാപ്റ്റനാണ്. അപ്പം നമ്മൾ കറക്റ്റ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചില ഒരു ജോലി. നിങ്ങൾ ഈ ഫ്ലൈറ്റിന് മുമ്പ് ഈ ക്യാപ്റ്റൻ നിങ്ങളെ പരിചയപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരികയോ ചെയ്യാറുണ്ടോ ഓരോ ഫ്ലൈറ്റിന് മുമ്പ്? ഉണ്ട്. ഞങ്ങൾക്ക് അതിന് ജോയിൻറ്റ് ബ്രീഫിംഗ് എന്നാണ് പറയാം. അപ്പം എസ്പെഷ്യലി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ആണെങ്കിൽ നിർബന്ധമാണ് അത് നമ്മളെല്ലാവരും കൂടി ജോയിൻ ചെയ്ത്. ചില സമയത്ത് നമുക്ക് ആരെങ്കിലും റണ്ണിങ് ലേറ്റ് ആണെങ്കിൽ കണ്ടുമുട്ടാറില്ല. പക്ഷേ എയർക്രാഫ്റ്റിൽ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിലും അറ്റ്ലീസ്റ്റ് എയർക്രാഫ്റ്റ് കയറുന്നതിന് മുമ്പാണോ സാധാരണ? ഇത് മുന്നെയാണ് സാധാരണ ഉണ്ടാവാറ്. അവർക്ക് സെപ്പറേറ്റ് ജോയിൻറ്റ് ബ്രീഫിംഗ് റൂം ഉണ്ട്, നമുക്ക് വേറെ ബ്രീഫിംഗ് റൂം ഉണ്ട്. പക്ഷേ നമ്മൾ രണ്ടാളും കൂടി കൂടുമ്പോൾ അത് ജോയിൻറ്റ് ബ്രീഫിംഗ് എന്ന് പറഞ്ഞിട്ട് റൂമായിട്ട് മാറും. ആ ബ്രീഫിങ്ങിൻ്റെ സമയത്ത് അവർ ഡിസ്കസ് ചെയ്യും, ഇത്രയാണ് സമയം, ഫ്ലൈയിങ് ടൈം ഇത്രയാണ്, വെതർ പ്രകാരം ഇന്ന സ്ഥലത്ത് ടർബുലൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ അലേർട്ടായിരിക്കുക. ഇൻ കേസ് നിങ്ങളും സീറ്റിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അനൗൺസ് ചെയ്യും, അപ്പം നിങ്ങൾ ഇരിക്കുക. അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുക, അവരോട് എണീക്കാൻ പറയരുത്, അവരോട് വാഷ്റൂം യൂസ് ചെയ്യാൻ പറയരുത്. ഇതൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്ന ഇൻഫർമേഷനാണ്, അത് ഞങ്ങൾ അനുസരിക്കുന്നതേ ഉള്ളൂ. ചില പാസഞ്ചേഴ്സ് നമ്മളോട് അടി ഉണ്ടാക്കും, പക്ഷെ നമ്മൾ നിങ്ങളുടെ സേഫ്റ്റിയാണ് ഞങ്ങളുടെ പ്രധാനം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സേഫ്റ്റിയാണ്. അത് ഞങ്ങൾക്ക് എന്താണോ ആദ്യം അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളോട് വിരോധം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിരിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ചെറിയ രസകരമായ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഊരാം എന്ന നിർദ്ദേശം വരുന്നതിന് ശേഷം മാത്രം ആളുകൾ ഏറ്റ അവസരം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ്. നമ്മൾ ഇന്ത്യൻസിന് എനിക്കറിഞ്ഞൂടാ എന്തിനാണ് എണീച്ച് നിൽക്കുന്നത് എന്നുള്ളത്. ഈ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരുടെ വിചാരം ഇത് ട്രെയിനോ ബസ്സോ അങ്ങനെ എന്തോ ആണ്, അവരെ സാധനങ്ങൾ എടുക്കാതെ നമ്മൾ ഇവിടുന്ന് പോവില്ല, അവർ വിടില്ല, അങ്ങനത്തെ തോട്ട്സ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ മലയാളി പാസഞ്ചേഴ്സ് അതിന് ബെറ്റർ. എന്നെ ഞെട്ടിച്ച് വളർന്നത് മലയാളി പാസഞ്ചേഴ്സാണ്. അവരവിടെ അടങ്ങിയിരുന്നോളും. അൺലെസ് ആൻഡ് അണ്ടിൽ സീറ്റ് ബെൽറ്റ്സ് ഇൻ കേസ് ഇപ്പം നമ്മൾ ഷൗട്ട് ചെയ്താലും സർ സിറ്റ് ഇൻ യുവർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും
അവരവിടെ ഇരുന്നോളും. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ മാം എണീച്ചോട്ടെ എന്ന് നമ്മളോട് ചോദിക്കും. അത് മലയാളി പാസഞ്ചേഴ്സ് മാത്രമേ ചെയ്യുന്നത്, ഞാൻ നോട്ട് ചെയ്തതിൽ അങ്ങനെയാണ്. അല്ലാതെ അവർ എണീക്കും. അത് എനിക്ക് പ്രേക്ഷകരോടും കൂടി പറയാനുള്ള ഒരു കാര്യമാണത്, ദയവ് ഇത് എണീക്കരുത്. അത് എന്താ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, ലോജിക്കൽ റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ടാക്സിയും ചെയ്യുന്ന സമയമായിരിക്കും, ലാൻഡ് ചെയ്ത് കഴിഞ്ഞാലും എയർക്രാഫ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അത് പാർക്കിംഗ് ബേയിലെത്തി ഈ വീലിൻ്റെ താഴെ ഒരു സാധനം അറ്റാച്ച് ചെയ്യും. നമ്മളിപ്പോൾ ഈ ലോറിയൊക്കെ ബാക്കോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യുന്ന അതിന് ചോക്സ് എന്ന് പറയാം. ഒരു കല്ല് പോലത്തെ ഒരു സാധനം, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സാധനം. അത് കറക്റ്റ്, അത് തന്നെ. അപ്പം അത് വെച്ച് കഴിഞ്ഞാലേ ഉള്ളൂ കംപ്ലീറ്റ് എയർക്രാഫ്റ്റ് സ്റ്റോപ്പ് ആവുന്നത്. ചില മൊമെന്റ്സിൽ ക്യാപ്റ്റൻ സഡൻ ബ്രേക്ക് ഇടും. അങ്ങനെ പോയിട്ട് ഇടിച്ച് വീണ് പിന്നെ എവിടെയെങ്കിലും എയർക്രാഫ്റ്റിന് എന്തെങ്കിലും തട്ടി ചോര വന്നിട്ടൊക്കെ ഉണ്ട്. കുറേ സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഫ്ലൈറ്റിലൊക്കെ. അപ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങളെ സേഫ്റ്റി തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് ഇവിടെയുള്ള ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവേ ഇല്ല. എത്ര നമ്മൾ ഷൗട്ട് ചെയ്യണമെന്ന് പറയും, നമ്മൾ ഷൗട്ട് ചെയ്ത് നമ്മൾ സർ ഇരിക്കി സിറ്റ് പ്ലീസ് ബൈറ്റ് ജായേ, എല്ലാ ഭാഷയിലും ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കിയാലും വിമാനത്തിന്റെ ചക്രം നിലത്ത് തൊട്ട് അപ്പോഴേ എണീച്ച് നിൽക്കണം. ആൻഡ് ഒരു പോയിന്റ് ഇല്ല, ലോജിക്കലാത്തൊരു കാര്യമാണ്. കാര്യം നിങ്ങളിപ്പോൾ ഈ സാധനം എടുത്ത് എല്ലാം നിങ്ങൾ കൈ പിടിച്ച് നിങ്ങളവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ ആദ്യം ഒരു എയർക്രാഫ്റ്റിനുള്ളിലേക്ക് ഡ്യൂട്ടിക്ക് കയറി വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പാസഞ്ചേഴ്സ് വരുന്നതിന് മുമ്പ്? ഞങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ് ചെക്ക് ചെയ്യണം. എല്ലാ എക്യുപ്മെൻറ്റ്സും ഇൻടാക്റ്റ് ആണോ. അതിൽ പെടുന്നതാണ് ഈ ഓക്സിജൻ ബോട്ടിൽസ്, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, ലാബറട്ടറി എല്ലാം. ലാബറട്ടറീൻ്റെ അകത്തെല്ലാം സ്വിച്ച് എന്താണ് കോൾ ബെൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലാബറട്ടറി കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാനുള്ള എമർജൻസി കോൾ ബെല്ലാണ്. അത് വർക്കിംഗ് ആണോ നോക്കണം. അതിനകത്തുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ട്. അപ്പം ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ലാബറട്ടറിയിൽ ഇപ്പം ഒരു ഫയർ വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഓപ്പൺ ആവും. അപ്പോൾ ആ വക കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ അത്യാവശ്യം ഫ്ലൈറ്റിൽ വേണ്ട ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം കേറ്ററിംഗിൻ്റെ എല്ലാം അവർ ലിസ്റ്റ് തരും. നമ്മൾ കാർട്ടിലുള്ള സാധനങ്ങളെല്ലാം പ്രോപ്പർ ആണോ എന്ന് ടാലി ചെയ്യണം. എന്നിട്ട് ഫുഡ്, വെള്ളം, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, ഹോട്ട് വാട്ടർ ഫ്ലാസ്ക്, അങ്ങനത്തെ എല്ലാം. ഒരു ഹൈജാക്ക് പോലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ശരിക്കും പരിശീലനം കിട്ടുന്നുണ്ടോ? അത് അഗെയിൻ തിയറട്ടിക്കലാണ്. നമുക്കൊരു ഐഡിയ ഇല്ല എന്ത് സംഭവിക്കുന്ന സമയത്ത്. പക്ഷെ ആ സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം സേഫ് ആക്കണം. ഞങ്ങൾ പാസഞ്ചേഴ്സിൻ്റെ ലൈഫ് സേഫ് ആക്കി വെക്കണം. എന്താണോ അവർക്കിനിപ്പോൾ എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടെങ്കിൽ അത് കേൾക്കുക, അത് ക്യാപ്റ്റനെ അറിയിക്കുക എന്നല്ലാതെ അതിൽ കൂടുതൽ ഞങ്ങൾക്ക് വേറൊരു റോളില്ല അവിടെ ചെയ്യാനായിട്ട്. അപ്പോൾ അവരെയും കേൾക്കണം. ഹൈജാക്ക് ചെയ്യുകയാണെങ്കിൽ അവരെയും കേൾക്കണം. അതുപോലെ തന്നെ ഈ എമർജൻസി ലാൻഡിങ്, നമ്മളെ ഈ ഇൻഫ്ലൈറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസിനകത്ത് പലതും വെള്ളത്തിൽ ലാൻഡ് ചെയ്യുക എന്തൊക്കെ ചെയ്യണം എന്ന് പറയാറുണ്ട്. പല പാസഞ്ചേഴ്സിൻ്റെയും ഒരു സംശയം, വെള്ളത്തിൽ ലാൻഡ് ചെയ്താൽ പിന്നെ ഇത് മുകളിലുണ്ടാവുമോ, നമ്മൾ മിച്ചം ഉണ്ടാവുമോ എന്നുള്ളതാണല്ലോ സംശയം. പക്ഷേ ഈ ഹഡ്സൺ റിവറിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൈലറ്റ് എമർജൻസി വന്നപ്പം വിമാനം ലാൻഡ് ചെയ്യിക്കുകയും അതിൽ നിന്ന് എല്ലാ പാസഞ്ചേഴ്സിനെയും സേഫായിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. വിമാനം പൊങ്ങിക്കിടന്നു, അത് എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്യുന്നിടം വരെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് വലിയൊരു ആത്മവിശ്വാസം കൊടുത്തു. കാരണം ഇത് വെള്ളത്തിൽ ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ വെള്ളത്തിൽ ലാൻഡ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എന്താണ് പരിശീലനം കിട്ടിയേക്കുന്നത്? അതിനാണ് റാഫ്റ്റുകളുള്ളത്, സ്ലൈഡ് റാഫ്റ്റും ലൈഫ് റാഫ്റ്റും. അത് ഈ ഡോറിനോട് ചേർന്ന് ഘടിപ്പിച്ചിരിക്കുന്നതാണോ? അതിനാണ് ലൈഫ് റാഫ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി ഉള്ളതായിരിക്കും. സ്ലൈഡ് റാഫ്റ്റ്സ് ആയിരിക്കും ഡോറിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അത് നമ്മൾ അധികം ഓവർ വാട്ടർ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ്സിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വെള്ളത്തിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ലൈഡ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേറ്റ് ആകും. അപ്പോൾ അത് നമുക്കതൊരു ബോട്ട് പോലെ അത്. അപ്പോൾ ഈ ഇന്ന റാഫ്റ്റിൽ ഇത്ര ആൾക്കാരെ മിനിമം അക്കോമഡേറ്റ് ചെയ്യാം, മാക്സിമം ഓവർലോഡ് ഇത്രയാണെന്നുള്ളത് നമുക്ക് കാണാതെ പഠിക്കാം. അപ്പോൾ ഇത് ഇത്ര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആ റാഫ്റ്റിന് അത് യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത റാഫ്റ്റിലേക്ക് നോക്കുക. അപ്പുറത്തെ ഡോറിലുള്ള റാഫ്റ്റ് ആണെങ്കിൽ അത് തുറന്നു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇത്രയും ആൾക്കാരെ ഇതാക്കണം. അപ്പോൾ ഓരോരോ ഡോഴ്സിനും ഓരോരോ ക്രൂവിന് വെക്കുന്നതാണ്. എൻ്റെ ഡ്യൂട്ടി ഈ ഡോറാണ്, അവളുടെ ഡ്യൂട്ടി ഈ ഡോറാണ്. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പാസഞ്ചേഴ്സ് അതിനുള്ള അക്കോമഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ റാഫ്റ്റിൽ ഈ പാസഞ്ചേഴ്സ് എല്ലാം കൊള്ളാൻ മാത്രം റാഫ്റ്റുകൾ ഉണ്ടാവുമോ? ഉണ്ടാവും. 4-5 റാഫ്റ്റുകളുണ്ടാവും. കൂടാതെ അഡീഷണലി ഒരു ലൈഫ് റാഫ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്തും ഉണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 55 വരെ മാക്സിമം പോവാം ഒരു റാഫ്റ്റിന്. അങ്ങനെ 4-5 റാഫ്റ്റ് ആകുമ്പോൾ കംപ്ലീറ്റ്. ക്രൂ എന്ന് പറയുന്ന ആളുകൾ ഒരു ദിവസം മാത്രം നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളായിരിക്കുമോ, അതോ തുടർച്ചയായി ഒരേ ആളുകൾ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ അവസരം കിട്ടാറുണ്ടോ? ഇവിടെ ഞാനിപ്പോൾ കൊച്ചിയിലോട്ട് മാറിയതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ബാംഗ്ലൂരൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഞാൻ 4-5 വർഷം കഴിഞ്ഞിട്ട് ഓരോരുത്തരെ കാണുന്നത്. അല്ല, വർഷം പോട്ടെ,
ഇന്ന് ഫ്ലൈ ചെയ്തവരെ നാളെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടോ? വേറൊരു പാറ്റേൺ ആയിരുന്നെങ്കിൽ, പാറ്റേൺ എന്നാൽ ഒരു 3 ദിവസം നമ്മൾ ഒരുമിച്ചിട്ട് ഒരു ഫ്ലൈറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അവർ തന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക. അങ്ങനെയാണ് അവർ കംപ്ലീറ്റ്ലി ഉണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ കുറച്ച് കേസസിൽ അങ്ങനെ ഈവൻ ഇപ്പോൾ വേറെ ബേസിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ക്രൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ 4 സെക്ടറിലാണെങ്കിൽ 2 സെക്ടറിൽ എൻ്റെ കൂടെ ഞാനിപ്പോൾ കണ്ട ആൾ അവിടെ ഇറങ്ങി അടുത്ത സ്റ്റേഷനിലോട്ട് പോയിട്ട് അടുത്ത സ്റ്റേഷനിൽ പുതിയ ആൾ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പം അഗെയിൻ അത് നമ്മൾ അവരുമായിട്ട് സിങ്ക് ആവണം. അതിന് അതായത് ഓരോ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴും അപരിചിതരായ ആളുകളായിരിക്കും നിങ്ങളുടെ ടീമിലുണ്ടാവുക അല്ലേ? അവരുമായിട്ട് ഇൻട്രാക്ഷൻ, അവരുമായിട്ടുള്ള ഒരു ജെല്ലാവല്, അവരുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവല്, ഇതാണ് ഇതിനകത്തെ ഒരു ത്രില്ല് തന്നെ അല്ലേ? ഓരോ ദിവസവും പുതിയ ആളുകളുടെ ഒപ്പം ജോലി ചെയ്യുക. അതിൽ സിങ്ക് ആയിട്ടില്ലെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ഇൻ കേസ് ഇപ്പം എന്തെങ്കിലും ഈഗോ ഇഷ്യൂസ്, മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈഗോസ് ആണ്. അതിപ്പം ചിലവർക്ക് ഹൈറാർക്കി ഇഷ്യൂസ് വരും, സീനിയേഴ്സ് ആണ് ജൂനിയേഴ്സ് ആണെന്നുള്ള. അപ്പം അത് റാഗിങ് പോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മൈൻഡ്, പക്ഷെ ട്രൈ നോട്ട് ടു ഡു ഇറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം അങ്ങനെ നമ്മൾ ഒരു എയർക്രാഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ യൂണിറ്റി ഇല്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും അവിടെ വർക്കൗട്ട് ആവില്ല. അപ്പം നിങ്ങൾ തമ്മിൽ അടിയാണെങ്കിൽ പിന്നെ ബാക്കി ഫ്ലൈറ്റ് സ്മൂത്ത് ആയിട്ട് പോവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയുക, അത് പറഞ്ഞ് ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ സോൾവ് ചെയ്തെടുക്കാൻ, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഒന്നും പേഴ്സണലി എടുക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. നമ്മൾ പ്രൊഫഷണലി ഡീൽ ചെയ്യുക. അതിനാണ് നമുക്ക് ഈ ട്രെയിനിങ്ങിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നതാണ്, നമ്മൾ പ്രൊഫഷണൽസ് ആണ്. ഫ്ലൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടാപോടാ ബന്ധങ്ങളല്ല, അവിടെ കംപ്ലീറ്റ്ലി പ്രൊഫഷണലാണ്. പേര് വിളിക്കുക, അവിടെ ചേച്ചി അനിയത്തി എന്നുള്ള പരിപാടികളൊന്നുമില്ല. പേര് വിളിച്ചിട്ട് നിങ്ങൾ പറയാനുള്ളത് പറയുക, റെസ്പെക്റ്റ് ചെയ്യുക. സംസാരിക്കുന്ന രീതികളാണെങ്കിലും ക്യാബിനിൽ പോയി കഴിഞ്ഞാൽ കാഷ്വൽ ആവാൻ നമുക്ക് പറ്റില്ല. പ്രൊഫഷണലി നമ്മൾ സംസാരിക്കണം. പ്രൊഫഷണലി നമ്മൾ ക്രൂവിനോട് തന്നെ നമ്മൾ അങ്ങനെ വേണം, പിന്നെ പാസഞ്ചേഴ്സിനോട് ഓഫ് കോഴ്സ് അങ്ങനെ തന്നെ വേണം. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു കുറേ ഫ്രണ്ട്സിനെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഇന്ത്യ ഒട്ടാകെയുള്ള ക്രൂവിൽ, ഐ മീൻ ആളുകൾ ക്രൂ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം ഓരോ ദിവസം ഞാൻ എൻ്റെ ഏറ്റവും നല്ല നല്ല ഫ്രണ്ട്സുകളെയും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. അത് ക്രൂ ആയിട്ടാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ഗ്രൗണ്ട് സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരും ഒരു യൂണിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ഫ്ലൈയിങ് നമ്മളെല്ലാവരും യൂണിറ്റിയിൽ നിന്നാലേ ഒരു ഫ്ലൈറ്റ് സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. അപ്പോൾ അതുണ്ട്. നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ ഇൻഡിഗോയിൽ? ഞങ്ങൾക്ക് 60 years വരെ ഫ്ലൈ ചെയ്യാം. അതിനിടയിൽ ലീവുകളുണ്ട്, കല്യാണം കഴിക്കാനും മെറ്റേണിറ്റി ലീവുകൾ അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോഴും ഇൻഡിഗോയിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും വളരെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെയാണല്ലോ കാണുന്നത്. ഇപ്പോൾ ഒരു 30 താഴെയുള്ള കുട്ടികളെയാണ് കൂടുതലും കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് എയർലൈന് പ്രായമാകാത്തതുകൊണ്ടാണോ അതോ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണോ? അത് ആക്ച്വലി എയർലൈനിൻ്റെ പ്രായാവത്ത ഇതുണ്ട്. 2006 ഇൻഡിഗോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുണ്ട്. അതല്ലാതെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൂടി ഉണ്ട്. ഞാനിപ്പം ഞാൻ കുറേ ക്രൂവിനെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവർ 40+ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവർ കാണാൻ വളരെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരെ ബോഡി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കല്യാണം കഴിച്ച ഒരു കുട്ടികൾ അവരൊക്കെയാണ്. ഇത് നമ്മൾ കാണിക്കണ്ടല്ലേ? ഇതെല്ലാം 18 വയസ്സുകാരികളാണെന്ന് കയറുന്ന പാസഞ്ചേഴ്സിന് 40 വയസ്സുകാരിയായിരുന്നു ഇതെന്ന് ഞങ്ങൾ തന്നെ ഞെട്ടാറുണ്ട്. ഞങ്ങൾ കൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ ചോദിച്ചാൽ ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഒരു 35-40 എന്നൊക്കെ പറയുമ്പോൾ വാട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അപ്പോൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൂടെയാണ്. ചിലരുടെ ജനറ്റിക്സ് ആയിരിക്കും. ഇപ്പോൾ നോർത്ത് ഈസ്റ്റേണിലോട്ടുള്ള പിള്ളേരാണെങ്കിൽ അവരെ ജനറ്റിക്സ് അങ്ങനെയാണ്. അവരുടെ മുഖത്ത് ഒരു കുരു പോലും ഉണ്ടാവില്ല. അവർ ഭയങ്കര ഫെയർ ആയിരിക്കും. അവർ ഭയങ്കര മെയിൻറ്റെയിൻ, അവരുടെ ബോഡി അവരെന്ത് കഴിച്ചാലും അവരുടെ ബോഡിയിലേക്ക് അത് എഫക്റ്റ് ആവില്ല. എത്ര മണിക്കൂറാണ് നിങ്ങളൊരു കണ്ടിന്യൂസ് ഫ്ലൈറ്റ് ടൈം, നിങ്ങൾക്ക് ഡ്യൂട്ടി ടൈം ഉണ്ടാവുക? കണ്ടിന്യൂസ്ലി മാക്സിമം 12 hours. 12 hours എന്ന് പറഞ്ഞാൽ 2 സെക്ടേഴ്സ് ആയിട്ടായിരിക്കും. ഇപ്പോൾ 4 മണിക്കൂറിൻ്റെ ഒരു സെക്ടർ, 4 മണിക്കൂറിൻ്റെ ഒരു സെക്ടർ. അപ്പോൾ ഞാൻ ഈ ഇന്നലെ ചെയ്ത ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബോംബെ, ബാങ്കോക്ക്, ഡൽഹി. ബാങ്കോക്കിൽ ഇറങ്ങി അപ്പം തന്നെ ഡൽഹിയിലോട്ട് തിരിച്ചു പോവുക. അപ്പോൾ അത് എത്ര സമയം എടുക്കും? അത് 8 മണിക്കൂർ കൊണ്ട് 8 മണിക്കൂർ. അപ്പോൾ പക്ഷേ ഒരു ഫ്ലൈറ്റ് കംപ്ലീറ്റ്ലി എടുക്കുകയാണെങ്കിൽ നമ്മൾ 12 hours എൻറ്റയർ ഇത് ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റ് ഡ്യൂട്ടി പീരീഡ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു 12 hours. പക്ഷേ ആദ്യത്തെ ഫ്ലൈറ്റായ ഹോങ്കോങ്ങിലേക്കുള്ള പറഞ്ഞാൽ ഒരു അങ്ങോട്ടുള്ള ഒരു യാത്ര മാത്രമല്ലേ ഒരു ഡ്യൂട്ടി ആയിട്ട് വരിക അല്ലേ? അതുകൊണ്ടാണല്ലോ അവിടെ ഇറങ്ങി പിന്നെ ലേ ഓവർ കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നിങ്ങൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ 7 മണിക്കൂർ ഫ്ലൈ ചെയ്ത് അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫ്ലൈറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാവുമോ അതോ ഒരു ദിവസം അവിടെ ഗ്യാപ്പ് ഉണ്ടാവുമോ? എങ്ങനെയാണ്? ഡിപ്പെൻഡ് ചെയ്യും. എയർക്രാഫ്റ്റ് അവൈലബിലിറ്റി നമ്മുടെ അതായത് നിങ്ങളുടെ ഡ്യൂട്ടിക്ക് തൊട്ടടുത്ത ദിവസം വേണമെങ്കിൽ വെക്കാം. മിനിമം 12 hours റെസ്റ്റ് വേണം ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞാൽ. മിനിമം 12 hours നമ്മൾ ഉറങ്ങി എണീച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് അടുത്ത ഡ്യൂട്ടി തരാൻ പറ്റും. ഈ പല രാജ്യക്കാർ പല സംസ്ഥാനക്കാർ ഒക്കെ ആയ ആളുകളുമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ഇതിലേറ്റവും മര്യാദയ്ക്ക് പെരുമാറുന്ന ജനവിഭാഗം കൂടിയാണ്. മോശക്കാരെന്ന് ഞാൻ ചോദിക്കുന്നില്ല. മര്യാദയ്ക്ക്
ഓഫ് കോഴ്സ് ഫോറിനേഴ്സ് ഒരുവിധം എല്ലാവരും വളരെ ഡീസൻ്റ് ആണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കും മേ ബി. അല്ലാതെ ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ മലയാളീസ് തന്നെയാണ് മര്യാദ. ഞെട്ടിക്കും, പക്ഷേ മലയാളീസാണ്. അത് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്, നമ്മളെല്ലാ നാട്ടിൽ നിന്നും ഫ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും ഇഷ്ടം കൊച്ചി ഫ്ലൈറ്റ്സ് ചെയ്യാനാണ്. ആ ഒരു ലിറ്ററസി റേറ്റ് അവർ കാണിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ മലയാളീസ് മാത്രമേ ഉള്ളൂ. പച്ച വെള്ളം പോലും അവർ കുടിക്കൂല. അതാണ് കറക്റ്റ്. അപ്പം കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഒന്നും അവർക്ക് വേണ്ട. പക്ഷേ ചില സമയത്ത് എനിക്ക് പാവം തോന്നി, ബീങ് മലയാളി, ഞാനൊരു മലയാളി ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും സാർ കുടിച്ചോ കുഴപ്പമില്ല. ഞാൻ ഓട്ടോ ട്രേ ആയിട്ട് പോകുന്ന സമയത്ത് സാർ വെള്ളം വേണ്ട, കൊടുക്കണമെന്നുള്ള പേടി. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അല്ല കുടിച്ചോളൂ കുഴപ്പമില്ല. പിന്നെ ഹോട്ട് വാട്ടർ വെച്ചാൽ അവരുടെ വിചാരം അതിനൊക്കെ പൈസ കൊടുക്കണം എന്നാ. അപ്പോൾ ഹോട്ട് വാട്ടർ എത്രയാന്ന് പറഞ്ഞ പോക്കറ്റിൽ കയറ്റി. ഞാൻ പറഞ്ഞു വേണ്ട, അത് ഫ്രീ ആണ്. മലയാളീസിന് അതൊരു പ്രശ്നമല്ല, അവർ സേവിങ് മൈൻഡും അങ്ങനെ കാര്യങ്ങൾ അതാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യില്ല. ലോജിക്കലി ചിന്തിക്കുന്നത് അവരാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മലയാളീസ് അതിൽ ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് ഇഷ്ടമാണ്. അവരിപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇല്ലെങ്കിലും അത് എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. മാക്സിമം നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഫ്ലൈ ചെയ്യുന്നത് മലയാളീസിൻ്റെ കൂടെയാണ്. അവരിപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യും. ഇൻ കേസ് ഇപ്പോൾ അവർ പ്രീ ബുക്ക് ചെയ്ത ഫുഡ് ഇല്ല എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സാർ ഇന്ന ഫുഡ് വന്നിട്ടില്ല, ഞങ്ങൾ ഓൾട്ടർനേറ്റീവായിട്ട് ഇത് തന്നോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്താ, ഒരു കുഴപ്പമില്ല. ആ ഒരു സാധനം മലയാളീസിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾ അങ്ങനെയല്ല. അവർ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. ഭയങ്കര നമ്മളെ അടക്കം അവർ വാങ്ങിയതാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അവർ ഫ്ലൈറ്റിൽ വരിക. ഓവർ ഹെഡ് ബിന്നിൽ എവിടെയാണോ സ്പേസ് ഉള്ളത് അവിടെ ഫിറ്റ് ചെയ്യുക, ഡോറ് ക്ലോസ് ചെയ്യുക, സമയത്തിന് വണ്ടി എടുക്കുക. ഇതാണ് നമ്മുടെ ഒരു മോട്ടോ. പക്ഷെ ചിലവർക്ക് വാശിയാണ്, അതായത് ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കണം, എൻ്റെ സീറ്റിൻ്റെ മുകളിൽ തന്നെ ഇരിക്കണം, എൻ്റെ സീറ്റിൻ്റെ മുകളിൽ തന്നെ, എൻ്റെ തലേൻ്റെ മുകളിൽ തന്നെ എൻ്റെ ഇത് വേണം. പക്ഷെ അത് നടക്കൂല. ബിക്കോസ് വലിയ വലിയ ബാഗ്സ് ഒക്കെ ആണെങ്കിൽ ഞങ്ങളാണ് ഈ എഫേർട്ട് എടുത്തിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എവിടെയാണോ സ്പേസ് കിട്ടുന്നത് അത് അവിടെ വെക്കുക എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ ഫൈറ്റ് ചെയ്യാനുള്ള സമയം നമ്മളെടുത്തില്ല. പക്ഷെ അതിന് ഫൈറ്റ് ചെയ്യും അവർ, ഫുഡിന് ഫൈറ്റ് ചെയ്യും. നമുക്ക് തരേണ്ട റെസ്പെക്റ്റ് അവർ തരില്ല. പാസഞ്ചേഴ്സ് പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. ചില എയർ ഹോസ്റ്റസ്മാരോട് വലിയ പ്രണയം ഉണ്ടാവാറുണ്ട്, വിവാഹാഭ്യർത്ഥന നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇൻഫാക്ട് അങ്ങനെ കല്യാണം കഴിച്ച ക്രൂ വരെ ഉണ്ട്. ഈ മദ്യത്തിൻ്റെ കൺസംഷൻ എങ്ങനെയാണ്? അതിലെങ്കിലും നമ്മൾ മലയാളികൾ ഒന്നാം സ്ഥാനത്ത് വരുമോ? ഒരു ഹസ്ബൻഡും ഒരു വൈഫും ട്രാവൽ ചെയ്യാം. മലയാളിയാ? മലയാളിയാ. അതെ, ഞാൻ മലയാളിയാന്ന് തോന്നുന്നുണ്ട്. എനിക്കൊരു പെഗ് വേണം. പുറകോട്ട് വന്നു. എനിക്കൊരു പെഗ് വേണം. അതിനെന്താ സാർ, ഞാൻ വന്നിട്ട് സെർവ് ചെയ്യാം, എന്നാണ് പൈസ, അതൊക്കെ ഞാനിപ്പോൾ തരാം, പക്ഷെ അങ്ങോട്ട് പോകണ്ട. അതെന്താ, അവിടെ എൻ്റെ വൈഫുണ്ട്, വൈഫ് എന്നെ ചീത്ത പറയും. ഒരു പാസഞ്ചർ കോൾ ബെല്ല് പ്രസ് ചെയ്ത് വിളിച്ചു, ഞാൻ പോയി. യു സെഡ് ദർ ഇസ് നോ ഉപ്മ റൈറ്റ്, ഐ സോ യുവർ കൊളീഗ് സർവിങ് ഉപ്മ ഇൻ ദ ഫ്രണ്ട് എന്ന്. പുള്ളി ആ ഫുഡ് എടുത്ത് വലിച്ചെറിഞ്ഞു. പാസഞ്ചേഴ്സിൽ നിന്നുണ്ടായ ഒരു എൻകറേജിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ലാൻഡിങ്ങിൻ്റെ സമയമായപ്പോഴത്തേക്കും നമ്മളെല്ലാവരും സെക്യൂർ ചെയ്ത് ഇരുന്നപ്പോൾ ലീഡ് പെട്ടെന്ന് തന്നെ ഫോർവേഡ് നിന്ന് വിളിച്ചു. നീ എന്താ അയാൾക്ക് എഴുതി കൊടുത്തത്? പക്ഷെ എന്താ, പുള്ളി അത് നോക്കിയിരുന്ന് കരയുന്നു എന്ന് പറഞ്ഞു. അത്രയും ഇമോഷണലായി. കംപ്ലൈൻറ്റ് എഴുതിയ മനുഷ്യൻ ബാക്ക് സ്പേസ് അടിച്ചിട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് എവർ എയർലൈൻസ് ഐ ഹവ് എവർ ട്രാവൽഡ്, ദ ബെസ്റ്റ് സെറ്റ് ഓഫ് ക്രൂ, ഐ ഹാഡ് ആൻ അമേസിംഗ് ഫ്ലൈറ്റ്.